കൊല്ലത്തെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ മുട്ടറ മരുതിമലയിൽ സാഹസിക ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. സർക്കാരിന്റെ ബയോഡൈവേഴ്സിറ്റി ടൂറിസം പദ്ധതിയിൽ 3.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മരുതിമലയിൽ ആദ്യഘട്ടമായി നടപ്പാക്കുന്നത്. പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശം മന്ത്രി സന്ദർശിച്ചു. മന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതി പ്രകാരം റോക്ക് ക്ലൈംബിംഗ്, ടിക്കറ്റ് കൗണ്ടർ, ഫുഡ് കിയോസ്ക്, വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യം, മലമുകളിൽ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങൾ, വ്യൂവിംഗ് ഡെക്ക്, ശുചിമുറി ബ്ലോക്ക് എന്നിവ നിർമ്മിക്കാനൊരുങ്ങുകയാണ് ടൂറിസം വകുപ്പ്. ഇതിന്റെ ഭാഗമായാണ് പദ്ധതി പ്രദേശം മന്ത്രി കെ.എൻ. ബാലഗോപാൽ സന്ദർശിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മന്ത്രി വിലയിരുത്തി. മരുതിമലയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ സാഹസിക ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ കൊല്ലം ജില്ലയിലെ ഈ മുട്ടറ മരുതിമല. പക്ഷെ അതിൻ്റെ സാധ്യതകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ആളുകൾ ധാരാളം വരാറുണ്ട്. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് 2 വർഷം മുമ്പ് തന്നെ ഇവിടെ മുട്ടറ മരുതിമല ഉൾപ്പെടെയുള്ള കൊല്ലം ജില്ലയിലെ ഇത്തരം കേന്ദ്രങ്ങൾ ബയോഡൈവേഴ്സിറ്റി ടൂറിസം എന്ന് പറയുന്ന ഒരു പദ്ധതിക്കകത്ത് പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 25 കോടി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. മൺട്രോത്തുരുത്തും ഇവിടെയും തെമ്മലയും അടക്കമുള്ള നമ്മുടെ മീൻപിടിപ്പാറ, അതുപോലെ ജഡായു, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ. അഭിലാഷ്, ടൂറിസം ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.